ഹലോ, ഗുഡ് ഡാക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊണീറ്റീസ് വൈ എറിയാന ഫെർഗ്ലൈഷ്. നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ ചില സെന്റൻസ് പറയും, ഒത്തിരി പൈസ ഉള്ളത് പോലെയാണ് അവൻ ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ നല്ല പാട്ടുകാരിയാണെന്നുള്ള രീതിയിലാണ് അവൾ പാടുന്നത്. ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ എങ്ങനെ ജർമ്മനി പറയും? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫെർഗ്ലൈഷ് ആണ്, കമ്പാരിസൺ, റിയൽ സെറ്റ്സും ഇറിയൽ സെറ്റ്സും. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടർ എന്ന് പറയുന്നത് 3 കണക്ടറാണ് നമ്മൾ ഉപയോഗിക്കുക: അൽസ്, അൽസോ, അൽസ്വൻ. അൽസ്, അൽസോ, അൽസ്വൻ, ഇവ 3ഉം ഒരേ അർത്ഥമാണ്. നമുക്കിത് മാറി മാറി ഉപയോഗിക്കാം. ഈ കണക്ടർ വരുന്നത് എപ്പോഴും റിയാലെ സെറ്റ്സിന്റെ കൂടിയാണ്. അതുപോലെ തന്നെ അതായിരിക്കും നേബൽ സെറ്റ്സ്. നമുക്കൊരു ഹൗപ്പ് സെറ്റ്സ് ആദ്യം വേറെ ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത് റിയൽ സെറ്റ്സും ഇറിയൽ സെറ്റ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ നമുക്ക് റിയൽ സെറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ ടെൻസ്, പാസ്റ്റോ, പ്രസന്റോ, ഫ്യൂച്ചറോ. ഇറിയൽ സെറ്റ്സ് നമ്മൾ എപ്പോഴും എന്തിലായിരിക്കും പറയാ? അതെ, കൊണേറ്റീവ്സ് വൈ. അപ്പൊ ഇറിയാലി സെറ്റ്സ്, അതായത് അൽസ്, അൽസോ, അൽസ്വൻ കൂട്ടിയുള്ള സെന്റൻസ് എപ്പോഴും കൊണേറ്റീവ്സ് വൈയിലായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അൽസ്, അൽസോ, അൽസ്വൻ, ഇവ 3നും ഒരേ അർത്ഥമാണുള്ളത്. പക്ഷെ വേർബിന്റെ പൊസിഷൻ അൽസ് വരുമ്പോൾ സെക്കൻഡ് പൊസിഷൻ, അതായത് അൽസ് കഴിഞ്ഞിട്ട് നേബൻ സെറ്റ്സിൽ അൽസ് കഴിഞ്ഞിട്ടാണ് വേർബിന്റെ പൊസിഷൻ. പക്ഷെ അൽസുബോ അൽസ്വെന്നോ വന്നാൽ വേർബ് നേബൻ സെറ്റ്സിന്റെ ആണെന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കിയാലോ. Ein Beispiel. Es gibt Geld aus, als wäre es ein Millionär. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അവൻ ഒത്തിരി പൈസ ഉള്ളത് പോലെയാണ് ചെലവഴിക്കുന്നത്. ഈ സെന്റൻസ് നമ്മൾ ജർമ്മനിയിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതെ, Er gibt Geld aus, als wäre er Millionär. അത് അവൻ പൈസ ഉള്ളത് പോലെയാണ്, അവൻ ഒരു മില്യണയർ പോലെയാണ് അവൻ ചെലവഴിക്കുന്നത്. Ausgeben എന്ന് പറഞ്ഞാൽ ടു സ്പെൻഡ്. ഓക്കെ, ഇത് നമുക്കറിയാം, അൽസ് വന്നത് കൊണ്ടാണ് വേർബ് സെക്കൻഡ് പൊസിഷനിലാണ്. അൽസബോ അൽസ്വെൻ ആയിരുന്നെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ വന്നേനെ? അതെ, Er gibt Geld aus, als ob er Millionär wäre, അല്ലെങ്കിൽ als wenn er Millionär wäre. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ സെന്റൻസ്, അതായത് ഹൗപ്പ് സെറ്റ്സ് നോക്കുക. Er gibt Geld aus. ആ ടെൻസ് ഏതാ? പ്രസന്റ് ടെൻസ്, അതായത് സാധാരണ ടെൻസ്. നമ്മുടെ നേബൻ സെറ്റ്സ് നോക്കുക ഇനി, അതായത് അൽസിന്റെ കൂടെ വന്നത് അൽസ് വേറെ മില്യണർ, കൊണേറ്റീവ്സ് വൈയിലാണ് അത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ മലയാളത്തിലൊരു സെന്റൻസ് പറയാം. അവൻ ഒരാഴ്ചയായി ഭക്ഷണം കഴിക്കാത്തത് പോലെയാണ് കഴിക്കുന്നത്. ഈ സെന്റൻസ് എങ്ങനെ ജർമ്മനി വരും? അൽസ്, അൽസുബ്, അൽസ്വൻ ഇട്ട് ഒന്ന് കമന്റ് ചെയ്യുക. അൽസ്, അൽസുബ്, അൽസ്വൻ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അൽസ് വന്നാൽ അൽസ് കഴിഞ്ഞ് വേർബ് സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്, നേബൻ സെറ്റ്സിന്റെ. ഓർക്കുക, അൽസുബോ അൽസ്വനോ ആണെങ്കിൽ നേബൻ സെറ്റ്സിന്റെ ആമെന്റ് ചെയ്യും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അൽസുബ്, അൽസ്വൻ, അൽസ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ചൂസ്.